ഹലോ. അപ്പം ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. വന്നപ്പം എനിക്ക് കുറച്ച് മീൻ കിട്ടി. മീൻ എന്ന് വെച്ചാൽ കൈതക്കോര, കല്ലേ മുട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം വരുന്ന വഴിക്ക് രണ്ടുപേര് ഇവിടെ നിന്ന് പിടിച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു കിലോ 300 രൂപയ്ക്ക് എന്നോട് ചോദിച്ചത്. ഞാൻ 200 രൂപയ്ക്ക് അത് വാങ്ങിച്ച്. ഒത്തിരി വലുതല്ല, എന്നാൽ തീരെ പൊടിയും അല്ലാത്ത ഒരു പരുവത്തിനുള്ളൊരു മീനാണ്. തല പോയാൽ പിന്നെ ചെറിയതായിട്ടേ കഷ്ണം മാംസം കാണത്തുള്ളൂ. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ അമ്മ വഴക്ക് പറഞ്ഞു. എനിക്ക് കൊല്ലാൻ പേടിയാണ്. അമ്മയ്ക്ക് കൊല്ലാൻ അറിയാം, അതിനെ പിടിക്കാനും ഒക്കെ അറിയാം. എനിക്ക് പക്ഷെ അതൊന്നും അറിയത്തില്ല. ഒരു അമ്മ പറഞ്ഞ് നമുക്കിപ്പോൾ എടുക്കണ്ട, നാളെ രാവിലെ എടുക്കാം, നാളെ സൺഡേ ഞായറാഴ്ചയല്ലേ, നാളെ പയ്യെ ഇരുന്ന് നമുക്ക് വെട്ടിയെടുക്കാമെന്ന് അമ്മ പറഞ്ഞ്. അപ്പോൾ ഞാൻ നിങ്ങളെ അത് കാണിക്കട്ടെ. കണ്ടോ കണ്ടോ, ഇതാണ് എനിക്ക് കിട്ടിയ മീൻ. അമ്മ ഇത് കലത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ലേ. ഇതിന് നിങ്ങൾ 300 രൂപ എന്നോട് ചോദിച്ചത്. ഞാൻ 200 രൂപ ഉള്ളതെന്നും പറഞ്ഞു ഞാനത് 200 രൂപ കൊടുത്തിട്ടൊന്ന് വാങ്ങിച്ച്. ഇത്രേ ഉള്ളായിരുന്നു അയാളുടെ കയ്യിൽ. നമ്മൾ തട്ടാരമ്പലം, മാവേലിക്കര തട്ടാരമ്പലത്ത് പുഞ്ചയുണ്ട്, ഒത്തിരി പുഞ്ചയുണ്ട്. അവിടുന്ന് അവർ പിടിക്കുന്നതാണ് ഇത്. പിന്നെ വരാലുണ്ടായിരുന്നു. വരാൽ 1 കിലോയ്ക്ക് 400 രൂപ ചോദിച്ചത്. പക്ഷേ എനിക്ക് വരാലൊക്കെ കൊണ്ടുവന്നത് കൊല്ലാനൊക്കെ ഇവിടെ ആരുമില്ല. അമ്മയ്ക്കേ അറിയുള്ളൂ, എനിക്കൊന്നും അറിയത്തില്ല. ഇത് തന്നെ ഞാൻ വിചാരിച്ച അമ്മ എന്നെ വഴക്ക് പറയുന്നു. ഭയം പോലെ അമ്മ പറഞ്ഞത് നാളെ രാവിലെ എടുക്കാം, രാത്രി എടുക്കേണ്ട അവിടെ കൊണ്ട് വെക്കാൻ. അതുകൊണ്ടാണ് ഞാനത് അവിടെ കൊണ്ട് വെച്ചത്. കണ്ട ജീവനുള്ളതല്ല, എൻ്റെ പിടയ്ക്ക് ഇടുന്ന് ഉണ്ടോ. നല്ല ടയേർഡായിട്ടുണ്ട് ഇപ്പം. രാവിലെ നല്ല എനർജിയാണ് പോകാൻ. വൈകിട്ടാകുമ്പം ദാണ്ടടാ വയ്യ. പിന്നെ ഉണ്ട്, ഇത് കണ്ടോ ഒരു നെറ്റി. രാവിലെ കുറച്ച് ചന്ദനം ഇട്ടത് നെറ്റിയിൽ. എനിക്ക് ചന്ദനം ഇടുമ്പോൾ അലർജിയുണ്ട്. ചന്ദനത്തിനില്ല, സിന്ദൂരം ഇടുമ്പോൾ അലർജിയുണ്ട്. അപ്പോൾ ഇന്ന് ഗണപതി പോയപ്പം പ്രസാദത്തിൽ സിന്ദൂരം കിട്ടിയപ്പം അത് നെറ്റിയിലിട്ടത് തടിച്ചിട്ട് ചൊറിഞ്ഞ് തടിച്ചിട്ട് ഇങ്ങനെ ആകുന്നുണ്ട് നെറ്റിയൊക്കെ. പിന്നെ നാളെ എനിക്ക് ജോലിയില്ല കേട്ടോ. നാളെ ഞാനിവിടെ കാണത്തില്ല. നാളെ മോളെ വിളിക്കാൻ പോകണം. അവൾ എൻ്റെ വീട്ടിൽ കൊല്ലത്ത് നിൽക്കുക. ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്. അപ്പം നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് കൊല്ലത്ത് പോയിട്ട് മോളെയും വിളിച്ചിട്ട് 4 മണിയാകുമ്പോൾ ഞാൻ തിരിച്ച് വരും. 15-ാം തീയതി അവൾക്ക് പരീക്ഷയുണ്ട്. അവൾ +1 പഠിക്കുന്ന മാവേലിക്കരയിൽ. പരീക്ഷ ആയതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ, പഠിക്കാനെന്നും പറഞ്ഞ് പോയേക്കുമായിരുന്നു. ചേച്ചിയുടെ പിറന്നാളായിരുന്നു, അടിച്ചു പൊളിക്കാനൊക്കെ പോയതാണ്. അപ്പോൾ നാളെ പോയി വിളിച്ചുകൊണ്ട് വരണം. ഞാൻ ഞായറാഴ്ച ദിവസം അങ്ങനെ പ്രോഗ്രാമിനൊന്നും പോകത്തില്ല. കാര്യം കല്യാണം, പാലുകാച്ചോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല. കാര്യം എനിക്ക് ഞായറാഴ്ച ഒരു ദിവസമേ ഉള്ളൂ വണ്ടി ഓടിക്കാൻ ഉണ്ടാത്തൊരു ദിവസം. ബാക്കി ദിവസങ്ങളിലെല്ലാം ഞാൻ പലയിടത്ത് വണ്ടി ഓടിച്ച് പോകുന്നതാണ്. വണ്ടി ഓടിക്കാൻ ഭയങ്കര ക്ഷീണം വരും. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ടയേർഡായിരിക്കും. അപ്പോൾ എന്നെ പോകേണ്ടടുത്ത് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നാളെ രാവിലെ 5 മണിക്ക് ചെട്ടുകുളങ്ങര അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഒരു വണ്ടിയുണ്ട് 5:30 ആകുമ്പോൾ. അപ്പോൾ രാവിലെ ഞാൻ കുളിച്ചിട്ട് അമ്പലത്തിലും കയറി തൊഴുതിട്ട്, ഒരുപാട് നാളായി ചെട്ടുകുളങ്ങര അമ്പലത്തിലൊക്കെ പോയിട്ട്, അമ്പലത്തിലും പോയി തൊഴുതിട്ട് പിന്നെ ഞാൻ കൊല്ലത്ത് പോയിട്ട് അവിടെ 4 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. ഇതൊക്കെയാണ് എൻ്റെ പ്ലാനിങ്. അപ്പം ഇനി ഇത് മാറുമോയെന്നും അറിയത്തില്ല പ്ലാനിങ്ങൊക്കെ. എന്നാൽ ശരി, നമുക്ക് രാവിലെ കാണാം. ഇനി കുളിക്കണം, എല്ലാം കഴിക്കണം, ഉറങ്ങണം. അപ്പം നേരത്തെ ഗുഡ് നൈറ്റ്.